കണ്ണൂരിൽ ബാങ്കിലെത്തിയ കർഷകനോട് ബ്രാഞ്ച് മാനേജറുടെ മോശം പെരുമാറ്റം. കാനറ ബാങ്ക് ചന്ദനക്കാംപാറ ബ്രാഞ്ചിൽ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കാനറ ബാങ്ക് അധികൃതർ ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങൾ കണ്ടുവരാം. നിങ്ങൾ ഇവിടെ ഇന്ന് വന്നിട്ട് ലോൺ എടുക്കണം ഇതുവരെ പറഞ്ഞോ? ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല. ഇയാൾ വന്നിട്ട് കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും പുള്ളിക്ക് മലയാളം ശരിക്കറിയില്ല. എന്ത് മര്യാദ കൂടി എന്നെ മര്യാദ പഠിപ്പിക്കണ്ട. പിന്നെ തന്നെ എടോ ഞാൻ അങ്ങനെയാണ് എത്ര പേർക്ക് അല്ലാത്തവരെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു. കാര്യം താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് വിടുന്നു? ഇവിടെ ബാങ്ക് ജനങ്ങൾക്കുള്ള എന്താണ് യോഗ്യത? എനിക്ക് വിദ്യാഭ്യാസമുള്ള പിള്ളേരുണ്ടോ? പിടിച്ചോണ്ടോയിക്കോ. മേലെ നീ കയറ്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേരുന്നു. നിഖിൽ, സാധാരണക്കാരായ മനുഷ്യരാണ് ഇപ്പോൾ മാനേജറുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായിട്ടുള്ള ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്തായിരുന്നു ഈ തർക്കത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? അഖില, തീർച്ചയായും അത് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. ബാങ്ക് ഉൾപ്പെടെ, അതിപ്പോൾ ഏത് മേഖലയിൽപ്പെട്ട ബാങ്ക് ആയാലും ബാങ്കുകൾ ഉൾപ്പെടെ ജനങ്ങളെ സേവിക്കാനുള്ളതാണ് എന്നതാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ മാനേജറുടെ സംസാരം കേട്ടാൽ ഏതായാലും അങ്ങനെ ഒരു ചിന്ത നമുക്ക് നഷ്ടമാകുമെന്നുള്ളതാണ്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളണം, മിണ്ടരുത്, മിണ്ടാതെ നിന്നോളണം തുടങ്ങി വളരെ മോശമായ രീതിയിലാണ് ആ മാനേജറുടെ ഭാഗത്തു നിന്നുള്ള സംസാരം ഉണ്ടാകുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം ഒരു ലോണുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യക്തി ഈ ചന്ദ്രക്കാംപാറയിലെ കാനറ ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച എത്തുന്നത്. അവിടെ എത്തി ഈ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. തുടക്കത്തിൽ ഈ ബാങ്ക് അധികൃതർ അതിന് തയ്യാറായില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇവർ ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇത്രയും സമയം ഇവിടെ വന്നിരുന്നിട്ട് ലോണിന് വേണ്ടിയാണ് ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഇവിടെ കണ്ടുപോകരുതെന്ന് പറയുന്നതും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതുമൊക്കെയാണ് കേൾക്കുന്നത്. പിന്നീട് അതൊരു തർക്കത്തിലേക്ക് പോകുന്നു. പിന്നീട് തനിക്കിവിടെയുള്ള നിക്ഷേപം അത് തിരികെ എടുക്കുകയാണെന്ന് ഈ കർഷകൻ പറയുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നത്. ഏതായാലും ഇപ്പോഴും ഈ കർഷകൻ പരാതിയായി ഇതുവരെയും ബാങ്ക് അധികൃതർക്ക് മുന്നിലേക്ക് നൽകിയിട്ടില്ല. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ബാങ്ക് അധികൃതർ, കാനറ ബാങ്ക് അധികൃതർ ഇപ്പോൾ ഇതിലൊരു ആഭ്യന്തര അന്വേഷണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ബാങ്ക് ജീവനക്കാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഇതിൻ്റെ വിവരങ്ങൾ തേടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഖില, ശരി, നിഖിലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.